കോൺഗ്രസ് പ്രതിനിധി വസന്ത് തെങ്ങുംപള്ളിയാണ് നമുക്കൊപ്പം ചേരുന്നത് ഇപ്പോൾ. വസന്ത്, നോക്കൂ, ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ട് ഇത്തവണ. കഴിഞ്ഞ രണ്ട് ടേം പ്രതിപക്ഷത്തിരുന്നിട്ട് ആണ് ബി ജെ പിയും എൻ ഡി എയും ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തുന്നത്. അവരെ സംബന്ധിച്ച് വികസനം ഒരു മുദ്രാവാക്യമാക്കി തിരുവനന്തപുരം നഗരത്തെ അഡ്രസ്സ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത് എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരുടെ ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മേയറായി ചുമതലയേറ്റ വി വി രാജേഷും അത് തന്നെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതിൽ 101 അംഗങ്ങളുടെയും പിന്തുണ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്നതാണ് വി വി രാജേഷ് പറഞ്ഞത്. കോൺഗ്രസ് ഇന്ന് ആദ്യം വോട്ടെടുപ്പിൽ ആകെയുള്ള അംഗങ്ങളുടെ 2 വോട്ട് അസാധുവായി പോയ സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം നടന്ന വോട്ടെടുപ്പിൽ അത് പരിഹരിച്ചുവെങ്കിൽ പോലും എങ്ങനെയാണ് തലസ്ഥാന ഭരണത്തോട് നിങ്ങൾ യോജിക്കാൻ പോകുന്നത്? എൻ ഡി എ ആദ്യമായ ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ ഡി എക്ക് പ്രതിപക്ഷത്തിരുന്ന് നിങ്ങൾ നൽകുന്ന പിന്തുണ എങ്ങനെയായിരിക്കും? അല്ല, പ്രതിപക്ഷത്തിരുന്ന് എൻ ഡി എക്ക് പിന്തുണ നൽകിയത് കോൺഗ്രസിന്റെ പണിയല്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് വികസന കാര്യങ്ങളിൽ അത് എൻ ഡി എ ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ഇനി ഏതെങ്കിലും സ്വതന്ത്ര പാർട്ടി ആണെങ്കിൽ പോലും ഞങ്ങൾ പ്രതിപക്ഷത്തുള്ള കാലത്ത് വികസന കാര്യങ്ങളിൽ വളരെ നിസ്വാർത്ഥമായ യാതൊരു തരത്തിലുള്ള ഉപാധികളും ഇല്ലാത്ത പിന്തുണ എല്ലാ കാലത്തും നൽകിയിട്ടുണ്ട്. അത് എൽ ഡി എഫ് ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോഴും അത് നൽകിയിട്ടുണ്ട്. അത് വിവിധ വിഷയങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ സസൂക്ഷ്മം, വളരെ വിജിലന്റ് ആയി സർവലയൻസ്, ഞങ്ങളുടെ ഒരു ഒപ്പോസിഷൻ സർവലയൻസ് എന്നതിനെ പറയാം, അത് ഈ ഭരണസമിതിയുടെ മേലുണ്ടാവും. അവർക്ക് എവിടെയെങ്കിലും വീഴ്ച ഉണ്ടായാൽ അത് ജനമധ്യത്തിൽ ചൂണ്ടിക്കാണിക്കാനും അത് ചോദ്യം ചെയ്യാനും യു ഡി എഫ് അവിടെ ഉണ്ടാകും എന്നതിൽ സംശയം വേണ്ട. ഇന്നിപ്പോ നിങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടിയ സി പി എമ്മിനെ പോലെയല്ല. അപ്പൊ സ്വാഭാവികമായും നിങ്ങളുടെ ചർച്ചയിൽ സി പി എം പ്രതിനിധി വന്നാൽ രേണു അടക്കം ചോദിക്കേണ്ടി വരും. ഇനി രേണു ചോദിച്ചില്ലെങ്കിൽ ഞാൻ ചോദിക്കും. എൻ ഡി എക്ക് ഈ ഭരണം താലത്തിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തതിൽ താലം പിടിച്ചത് ഇവരുടെ പഴയ മേയർ ഊട്ടിയാണ്. ആ മേയർ ഊട്ടി എൻ ഡി എക്ക് ഭരണം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വഹിച്ച പങ്ക് ചെറുതല്ല. ഇന്ന് വി വി രാജേഷ് ഞങ്ങൾ 101 പേരും ഒരുമിച്ച് പോകുമെന്ന് പറയുമ്പോ ആ മുൻ മേയറിനാണ് ഏറ്റവും കൂടുതൽ നന്ദി എൻ ഡി എ പറയേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളെ ഭയന്ന് അവർ ഒളിച്ചോടുന്നത് പോലെ ഞങ്ങൾ എവിടെയെങ്കിലും ഒളിച്ചോടാനോ. മുഖ്യമന്ത്രി ഉൾപ്പെടെ തിരുവനന്തപുരത്തെ പരാജയത്തെ പറയുമ്പോൾ അവർ നിസ്സാര വോട്ടുകൾക്കാണ് പിന്നോട്ട് പോയിട്ടുള്ളത് എന്നതാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. വസന്തം കേട്ടിട്ടുണ്ടാവുമല്ലോ. അല്ല, അത് അവർക്ക് അങ്ങനെ പറയാലോ. അപ്പൊ ഞങ്ങൾ എത്രയോ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. നോക്കൂ, എൻ ഡി എ സംബന്ധിച്ച് എൻ ഡി എ അവിടെ കോർപ്പറേഷൻ അധികാരത്തിൽ വരുന്നു, ഞങ്ങൾ അവരെ അഭിനന്ദിക്കുകയാണ്. നല്ല കാര്യം, അത് ആര് വന്നാലും നല്ല കാര്യമാണ്. പക്ഷേ കേരളത്തിൽ ഇന്ന് എൻ ഡി എയുടെ കോർപ്പറേഷൻ മാത്രമല്ല കേട്ടോ സത്യപ്രതിജ്ഞ ചെയ്ത്. കൊച്ചിയിലുണ്ട്, തൃശ്ശൂരുണ്ട്. യു ഡി എഫിന്റെ ഭാഗമായി വിവിധ കോർപ്പറേഷനുകളിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഏതെങ്കിലും ഒരു മേയർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്ങോട്ട് വിളിച്ച് അദ്ദേഹത്തിന്റെ പിന്തുണ തേടേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നിയിട്ടില്ല കേട്ടോ. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്നേഹോഷ്മളമായ പിന്തുണ, സ്നേഹോഷ്മളമായ അഭിനന്ദനങ്ങൾ, ആ അഭിനന്ദനത്തിൽ അഭിരമിക്കാൻ തക്കവണ്ണത്തിലുള്ള ഒരു അഭിനന്ദനം പറയാന്നേ യു ഡി എഫിന്റെ ഒരു മേയർക്കും കിട്ടിയിട്ടില്ല. എൽ ഡി എഫ് മേയർമാർക്ക് കിട്ടിയോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താണ് അവരാരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? സിഎമ്മിനെ വിളിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് വിളിക്കണമെന്ന് തോന്നിയില്ല. എന്തിനാ സി എമ്മിനെ വിളിക്കുന്നത്? ഞങ്ങൾ ജയിച്ചു വന്ന കോർപ്പറേഷനിൽ മേയറിന്റെ പ്രോട്ടോകോൾ പദവി അറിയാമോ? അപ്പൊ അത് വിളിക്കണേ അല്ല, ക്യാബിനറ്റ് റാങ്കിന് തുല്യമാണ് മേയറിന്റെ പ്രോട്ടോകോൾ പദവി. എന്തിനാ മുഖ്യമന്ത്രി വിളിക്കുന്നത്? അതൊരു സാമാന്യ മര്യാദയുള്ളൂ. ഒരാൾ വിളിച്ച് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അഭിനന്ദിക്കുക എന്നത് ഒരു സ്വാഭാവിക പ്രതികരണമല്ലേ? നമ്മൾ വിജയപരാജയങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രിയായാലും മുഖാമുഖം വന്നാൽ അവരുടെ രാഷ്ട്രീയ വൈരാഗ്യം കാണിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് സാമാന്യ മര്യാദയാണോ അതോ രാഷ്ട്രീയ നന്ദിയാണോ പ്രത്യുപകാരമാണോ എന്നുള്ളതൊക്കെ കേരള രാഷ്ട്രീയം വിലയിരുത്തി അടുത്ത തവണ ജനം വോട്ട് ചെയ്യുമ്പോൾ അത് പ്രതിഫലിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എൽ ഡി എഫിന്റെ മേയർമാർ ആരെങ്കിലും വിളിച്ചോ? ആർക്കെങ്കിലും ഈ അഭിനന്ദനം കിട്ടിയിട്ടുണ്ടോ മുമ്പെങ്കിലും? ഇല്ലല്ലോ. അപ്പൊ എന്തിനാണ് ഈ വിളിച്ചത് എന്നത് ഒന്നാമത്തെ ചോദ്യമാണ്. ഇനി വിളിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു വിളിച്ചിട്ട് അഭിനന്ദനം പറയേണ്ട കാര്യം. അവസാന ചോദ്യമായി എന്തായാലും വി വി രാജേഷിനോട് അത് ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വി വി രാജേഷ് ശ്രീലേഖയിലേക്ക് എത്തിയപ്പോൾ തന്നെ നമ്മുടെ ചോദ്യങ്ങൾ അവസാനിപ്പിച്ച് പോവുകയാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായി ഇന്ന് തിരക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും അത് ചോദിച്ചേനെ. ഒരു 10 സെക്കൻഡ് കൂടി ആഡ് ചെയ്തോട്ടെ. അതായത് എൻ ഡി എയുടെ കോർപ്പറേഷൻ
വിജയം നമ്മളത് അവരെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കാണേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ വിജയത്തിലെത്തുന്നത്? ഡോക്ടർ മോഹൻ വർഗീസ് അതിൽ വളരെ സൈലന്റ്ലി അത് പറഞ്ഞുപോയി. അതായത് ജില്ലാ പഞ്ചായത്തിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കണം. അവിടെ LDF വേഴ്സസ് UDF തന്നെയാണ് മത്സരം ഉണ്ടായത്. വിവിധയിടങ്ങളിൽ ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ജില്ലാ പഞ്ചായത്തിൽ കാണിക്കാൻ സാധിച്ചു. പക്ഷേ കോർപ്പറേഷനിലേക്ക് എത്തിയപ്പോൾ ജനം ഈ ആന്റി ഇൻകൺവെൻസി വോട്ടാണ് കോർപ്പറേഷനിൽ വളരെ കാര്യമായി വർക്ക് ചെയ്തത്. ഈ ആന്റി ഇൻകൺവെൻസി വോട്ടിന്റെ ഒരു പ്രത്യേകത, രേണുവിന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, രേണു എത്രയോ സീനിയറായ മാധ്യമപ്രവർത്തക, അത് സെക്കൻഡ് പൊസിഷനിലുള്ള പാർട്ടി ഏതാണോ അവിടേക്കാണ് ആദ്യം ഫ്ലോ അപ്പ് ചെയ്യുക ആണല്ലോ. അപ്പൊ സെക്കൻഡ് പൊസിഷനിൽ ആ കോർപ്പറേഷൻ ഉണ്ടായിരുന്നത് BJP ആണ്. അപ്പൊ ആ BJP-യിലേക്ക് ആ വോട്ട് ചെന്നെത്തിയത് ആ കോർപ്പറേഷനിലെ ഗവൺമെന്റിനെതിരായ വലിയ ആന്റി ഇൻകൺവെൻസി, അതിനോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിനെതിരായ വലിയ ആന്റി ഇൻകൺവെൻസി വോട്ടിന്റെ ഒരു ഫ്ലോ, ഒരു വലിയ കുത്തൊഴുക്ക് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് അടക്കമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ കോർപ്പറേഷനിൽ ആര് ജയിച്ചത്? BJP ജയിച്ചത്. സെക്കൻഡ് പാർട്ടി ആയിരുന്നു അവരുടെ സെക്കൻഡ് ഓപ്ഷൻ. ആ കോർപ്പറേഷനിലെ ജനതയെ സംബന്ധിച്ച് BJP ആയിരുന്നു. ഒരുപക്ഷെ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അവിടെ LDF ജയിക്കുമെന്ന തരത്തിലുള്ള പ്രചാരണം പോലും BJP ക്യാമ്പിൽ നിന്ന് അവിടെ ഉണ്ടായി. അപ്പോഴാണ് ഒരു തരത്തിലും LDF വരാൻ പാടില്ല എന്ന് തീരുമാനിച്ച അവിടുത്തെ ജനത BJP വോട്ട് ചെയ്യുന്നത്. പക്ഷെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നോക്കൂ, ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് മേൽക്കൈ ഉണ്ടാവുന്നത് വളരെ ഓപ്പൺ ഫൈറ്റ് പൊളിറ്റിക്കൽ വോട്ടിംഗ് ഉണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ തൃശ്ശൂരിൽ എത്രയോ വലിയ വോട്ട് ചോർച്ചയാണ് BJPക്ക് ഉണ്ടായത്. അപ്പൊ ഇവർ പറയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു, ഞങ്ങൾ അഹമ്മദാബാദ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പിടിച്ചതുപോലെ ഇതാ കേരളം പിടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതിനു മുമ്പ് എന്തോ 33-34 സീറ്റാണ് കിട്ടിയ കേരളം ഭരിക്കുമെന്ന് പറഞ്ഞ് ഹെലികോപ്റ്ററിൽ പറന്ന് പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് പാലക്കാടും ഒക്കെ പോയി മത്സരിച്ച ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ BJP-ക്കാരോട്, കേരളത്തിലെ BJP-ക്കാരോട് അവർക്ക് വോട്ട് കിട്ടി നല്ല കാര്യം, അവർ കോർപ്പറേഷൻ ഭരിക്കാൻ പോകുന്നു നല്ല കാര്യം, അഭിനന്ദനം അറിയിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ എടുത്തിയാടി വർത്തമാനം പറയുമ്പോൾ പൊടിക്കൊന്ന് അടങ്ങ് ബ്രോ എന്നേ പറയാനുള്ളൂ. ശരി, ശ്രീ ഡിന്നി,